ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തിട്ട് റോഡ് എസ്റ്റിമേഷൻ നമ്മൾ ക്ലോസ് ചെയ്യും. സോ നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ ടെക്സ്റ്റിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതായത് സാധാരണഗതിയിൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഒരു ടേബിൾസിൽ കുറെ വാല്യൂസ് തരുന്നതിന് പകരം ഇതുപോലെ ഒരു ഫിഗർ തന്നാൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുള്ളൂ, കാര്യം സിമ്പിൾ ആണ്. അതിന്റെ ഒരു ബേസിക് ഐഡിയ മാത്രം നമുക്ക് കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പോകും. അപ്പൊ നമുക്ക് ലാൻഡ് അക്വിസിഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ലാൻഡ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, റോഡിന് വേണ്ടി നമ്മൾ ലാൻഡ് ഏറ്റെടുക്കണം. അപ്പൊ എന്താണെന്ന് നോക്കുക, ലാൻഡ് അക്വിസിഷനെ കുറിച്ച് പറയുന്നത്. For a new road concession, permanent land is acquired for the road itself, and temporary land may be acquired for digging, bore pits, for taking earth for embankment. അതായത് നമ്മളുടെ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പെർമനന്റ് ആയിട്ട് റോഡ് അക്വയർ ചെയ്യും, ലാൻഡ് അക്വയർ ചെയ്യും. എന്തിനാ, റോഡ് പണിയാൻ വേണ്ടിയിട്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് റോഡ് കെട്ടിപ്പൊക്കാൻ എംബാക്ക്മെന്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മണ്ണ് വേണമല്ലോ. അപ്പൊ ആ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മൾ ലാൻഡ് അക്വയർ ചെയ്യും. അപ്പൊ അതാണ് അങ്ങനെ ബോറോപിറ്റ്സ് നമ്മൾ ഡിഗ് ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മൾ ആ ഏരിയ നമ്മൾ ഏറ്റെടുക്കുന്നത്, അവിടെ നിന്ന് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട്. ഡെപ്ത് ഓഫ് ബോറോപിറ്റ് ഇസ് യൂഷ്വലി മെയ്ഡ് 30 സെന്റിമീറ്റർ. അതായത് നമ്മളൊരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ മണ്ണ് കൊണ്ടുവരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ 30 സെന്റിമീറ്റർ ഡെപ്തിലാണ് നമ്മൾ ബോറോപിറ്റ് എടുത്തിട്ട് ആ മണ്ണാണ് നമ്മൾ കൊണ്ടുവരിക. The area of temporary land depends on the quantity of earthwork. Where land is not available or land is costly, bore pits may be made deeper. അതായത് ലാൻഡ് കോസ്റ്റ്ലി ആണെങ്കിൽ 30 സെന്റിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഡെപ്തിൽ നമ്മൾ ലാൻഡ് അവിടെ നിന്ന് മണ്ണെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ 2 ടൈപ്പ് ലാൻഡ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് റോഡ് പോകുന്ന ലാൻഡാണ് നമ്മളുടെ പെർമനന്റ് ആയിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്ന ലാൻഡ്, അതാണ് റോഡ് പോകുന്ന സ്ഥലം. പിന്നെ ഈ റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണെടുക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ലാൻഡ് നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മൾ അക്വയർ ചെയ്യും. അതാണ് ടെമ്പററി അക്വയർഡ് ആയിട്ടുള്ള ലാൻഡ്. അപ്പൊ അതിനകത്ത് നോർമൽ നമ്മൾ 30 സെന്റിമീറ്റർ ഡെപ്തിലാണ് നമ്മൾ അവിടെ നിന്ന് മണ്ണെടുക്കാറ്. പക്ഷെ അവസരങ്ങളിൽ എന്താ സംഭവിക്കുക, ലാൻഡ് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ കുറച്ചധികം ഡെപ്തിൽ നമ്മൾ ലാൻഡ് അക്വയർ ചെയ്യും. ഇതാണ് 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ചെറിയൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഫൈൻഡ് ദ ഏരിയ ഓഫ് പെർമനന്റ് ലാൻഡ് റിക്വയർഡ് ഫോർ എ സ്റ്റേറ്റ് ഹൈവേ ഫോർ 1 കിലോമീറ്റർ ലെങ്ത്, ദ വിഡ്ത് ഓഫ് ദ പെർമനന്റ് ലാൻഡ് ബീങ് 30 മീറ്റർ. അതായത് 30 മീറ്റർ വിഡ്ത്തിൽ എത്ര 1 കിലോമീറ്റർ ഉള്ള സ്റ്റേറ്റ് ഹൈവേ പണിയാണെങ്കിൽ എത്ര ലാൻഡ് വേണമെന്നാണ് ചോദ്യം. അപ്പൊ അത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, 1000 മൾട്ടിപ്ലൈഡ് ബൈ 30. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. 30 മീറ്റർ വേണം വിഡ്ത്ത്, 1000 മീറ്റർ ആണ് നമ്മുടെ ലെങ്ത്. അപ്പൊ ആ ഇത്ര പെർമനന്റ് ഏരിയ നമുക്ക് വേണം റോഡിന് വേണ്ടിയിട്ട്. അപ്പൊ എന്ത് കിട്ടും, 1030 സ്ക്വയർ മീറ്റർ കിട്ടും. അപ്പൊ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10,000 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അത് നമ്മൾ ഹെക്ടറിലേക്ക് എഴുതുക. ഹെക്ടറിലാണ് വലുപ്പം എക്സ്പ്രസ്. ഏക്കറിലാണെങ്കിൽ ഒരു ഏക്കർ എന്ന് പറയുന്നത് 4000 മീറ്റർ സ്ക്വയർ വരും. അപ്പം അങ്ങനെ അനുസരിച്ച് എഴുതാം. അതായത് ഒരു ഹെക്ടർ 2.5 ഏക്കറാണ് ഓൾമോസ്റ്റ് ഏരിയ. അപ്പം ഇതാണ് ഒരു ബേസിക് ഐഡിയ. അപ്പൊ ആദ്യം പെർമനന്റ് ലാൻഡിന്റെ കാര്യമാണ് ഈ ക്വസ്റ്റിനിൽ പറഞ്ഞത്. ഫൈൻഡ് ദ ഏരിയ പെർമനന്റ് ലാൻഡ് റിക്വയർഡ് ഫോർ എ സ്റ്റേറ്റ് ഹൈവേ. അതായത് 30 മീറ്റർ നീളത്തിലുള്ള ഒരു റോഡ് ഉണ്ട്, 30 മീറ്റർ വീതിയുള്ള റോഡ്, 1 കിലോമീറ്ററിന് വേണ്ടിയിട്ട് എത്ര ഏരിയ അക്വയർ ചെയ്യണം പെർമനന്റ് ആയിട്ട്. അവിടെയാണ് നമ്മൾ റോഡ് പണിയാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ടെമ്പററി ലാൻഡ് റിക്വയർഡ് ഫോർ 1 കിലോമീറ്റർ ലെങ്ത് ഓഫ് എ റോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ടെമ്പററി ലാൻഡിന്റെ കാര്യം പറയുന്നത്. അതായത് നമുക്ക് എന്തിനാണ് ടെമ്പററി ലാൻഡ് എന്തിനാന്ന് മനസ്സിലായോ? ടെമ്പററി ലാൻഡ് എന്തിനാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? എബിൻ ജോസ് ഉണ്ടോ? എബിൻ ജോസ്. ടെമ്പററി ലാൻഡ് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ അവിടെ നിർമ്മാണത്തിനുള്ള ആവശ്യമായിട്ടുള്ള മണ്ണെടുക്കാൻ വേണ്ടിയിട്ടാണ് ടെമ്പററി ലാൻഡ്. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഇത് നമ്മൾ അടുത്ത വലിയ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആവശ്യത്തിന് നമുക്ക് ഉപകരിക്കും. അപ്പൊ ഫോർമേഷൻ വിഡ്ത്ത് 10 മീറ്റർ ആണ്. ഫോർമേഷൻ വിഡ്ത്ത് പറഞ്ഞാൽ അറിയാലോ എന്താണെന്നുള്ള കാര്യം, നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഇതാണ് നമ്മുടെ റോഡെങ്കിൽ
ഇതാണ് നമ്മുടെ ഫോർമേഷൻ വിഡ്ത്ത്. അത് 10 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൈഡ് സ്ലോപ്പ് 2 ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ. അതായത് നമ്മളുടെ 2:1 ആണ് നമ്മളുടെ സൈഡ് സ്ലോപ്പ്. പിന്നെ ഡെപ്ത് ഓഫ് ബോറോപിറ്റ് 30 സെന്റിമീറ്റർ. അതായത് നമ്മളുടെ ഡെപ്ത് ഓഫ് ബോറോപിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡെപ്തിലാണ് നമ്മൾ മണ്ണെടുക്കുന്നത് വേറൊരു സൈറ്റിൽ നിന്നുള്ള ടെമ്പററി സൈറ്റിൽ നിന്നുള്ള. പിന്നെ പറഞ്ഞിട്ടുള്ളത് ആവറേജ് ഹൈറ്റ് ഓഫ് ടാങ്ക് 1.5 മീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ റോഡിന്റെ ഷേപ്പ്. അപ്പൊ ഈ ഏരിയ ഫില്ല് ചെയ്യാൻ എത്ര മണ്ണ് വേണം കണ്ടുപിടിക്കണം. അപ്പൊ ഏത് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കും? BD പ്ലസ് SD². എല്ലാം തന്നിട്ടുണ്ട്. B എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്, S എന്ന് പറഞ്ഞാൽ 2 ആണ്, D എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അപ്പൊ നമുക്ക് ഏരിയ കിട്ടി. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? 1 കിലോമീറ്റർ ആണ്. അപ്പൊ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇത്രയും മീറ്റർ ക്യൂബ് എന്ത് വേണം? നമുക്ക് ഇത് സ്ക്വയർ മീറ്റർ അല്ല കേട്ടോ, മീറ്റർ ക്യൂബ് ആണ്. അവർക്ക് എഴുതി മാറിപ്പോയായിരിക്കും. ഇത്ര മീറ്റർ ക്യൂബില് എന്ത് വേണം? ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് വേണം അല്ലെ? മനസ്സിലായില്ലേ? ഇത് മനസ്സിലാത്ത ആരുമില്ലല്ലോ. ബേസിക് കാര്യം തന്നെ അല്ലേ? ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? അപർണ കെ എം മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് വേണ്ടത് എംബാങ്ക്മെന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ 1 കിലോമീറ്റർ ആണെങ്കിൽ, അതായത് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ 1 കിലോമീറ്റർ നീളത്തിൽ വേണം. ഇങ്ങനെ 1 കിലോമീറ്റർ നീളത്തിൽ വേണം. അപ്പൊ ഈ 1 കിലോമീറ്ററിന് വേണ്ടിയിട്ട് എത്ര സോയിൽ വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് മൊത്തത്തിലുള്ള. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് വാല്യൂ. ജസ്റ്റ് 1000 മീറ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മളുടെ ഏരിയ 1000 മീറ്ററിന്റെ മൾട്ടിപ്ലൈ ചെയ്യാം ഈ ട്രപ്പിസോണിന്റെ ഏരിയ. നമുക്ക് ഇത്രയും സ്ക്വയർ മീറ്റർ ക്യൂബ് 19,500 മീറ്റർ ക്യൂബ് എർത്ത് വർക്ക് വേണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ മണ്ണ് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുവരണം. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ വേറെ സ്ഥലത്ത് കൊണ്ടുവരുന്ന സ്ഥലത്തെ ബോറോപിറ്റ് നമ്മൾ 30 സെന്റിമീറ്റർ ഡെപ്ത് 0.3 മീറ്റർ ഡെപ്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ ടെമ്പററി ലാൻഡിന്റെ ഏരിയ കിട്ടും. അങ്ങനെ കിട്ടും. ഈ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ എത്ര ഡെപ്തിലാണ് നമ്മൾ ബോറോ ചെയ്യുന്നത് അത്രയും. 0.3 മീറ്ററിലാണ്. നമുക്ക് ഈ വോളിയം റിക്വയർഡ് ഡിവൈഡ് ബൈ ഡെപ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? അങ്ങനെ നമുക്ക് എന്ത് കിട്ടി നോക്കി? എത്ര ഏക്കർ കിട്ടി നോക്കുക. 65,000 മീറ്റർ സ്ക്വയർ ഏരിയ കിട്ടും. അതെങ്ങനെ കിട്ടുന്നത്? 65,000 എങ്ങനെ കിട്ടുന്നത്? സ്ക്വയർ മീറ്റർ ഏരിയ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അതിനെ നമ്മളെ ബോറോപിറ്റിന്റെ ഡെപ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ടെമ്പററി ലാൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ വിഡ്ത്ത് കണ്ടുപിടിക്കണം. അപ്പൊ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നമ്മൾ നോർമലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ പെർമനന്റ് ആയിട്ടുള്ള റോഡിന്റെ രണ്ട് സൈഡിൽ നിന്നായിരിക്കും പല കേസുകളിൽ നമ്മൾ ഈ ടെമ്പററി ലാൻഡ് കണ്ടുപിടിക്കുക. അപ്പൊ അവിടെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് വിഡ്ത്താണ് വെക്കുക. ഒരു എത്ര വിഡ്ത്ത് വേണമെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ രണ്ട് സൈഡിലും നമ്മൾ എടുക്കുക നമ്മളുടെ ഈ റോഡിന്റെ. അതായത് പറഞ്ഞു തരാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഈ ഏരിയ നിന്ന് ഈ ഏരിയ നിന്നൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ മണ്ണെടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഏരിയയൊക്കെ ആയിരിക്കും നമ്മൾ അക്വയർ ചെയ്യുക ടെമ്പററി ആയിട്ട്. അപ്പം ഈ ഓരോന്നിന്റെ വിഡ്ത്ത് എത്ര വേണം എന്നുള്ളതാണ് പിന്നെ കണ്ടുപിടിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ വിഡ്ത്ത് ഓഫ് ടെമ്പററി ലാൻഡ് എന്ന് പറഞ്ഞ ഏരിയ എത്ര ഏക്കർ 6.5 ഏക്കർ സ്ഥലത്ത് നമ്മൾ മണ്ണെടുക്കണം. ഏരിയ ഡിവൈഡ് ബൈ ലെങ്ത് ത്രൂ ഔട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ 65 മീറ്റർ കിട്ടും മൊത്തത്തിൽ. അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് 32.5 മീറ്റർ. ഇത്രയാണ് കാര്യം. വെരി സിമ്പിൾ കാര്യമാണ്. അത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇതിന്റെ ഞങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ഈ പ്രോബ്ലം നോക്കാം. എന്താണ് ഈ ടെമ്പററി ഏരിയ എന്നും പെർമനന്റ് ഏരിയ എന്നും പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത്. കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. ബേസിക് ആയിട്ട് നമ്മൾ എത്ര വോളിയം വേണം കണ്ടുപിടിക്കുക. ആ വോളിയത്തെ നമ്മൾ ബോറോപിറ്റിന്റെ ഡെപ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര ഏരിയ കിട്ടുമെന്ന് മനസ്സിലാകും. ആ ഏരിയ എന്ത് ചെയ്യുക? നമ്മൾ ഈ തന്ന റോഡിന് രണ്ട് സൈഡിലെ ഈക്വൽ ആയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ടെമ്പററി ആയിട്ട് അക്വയർ ചെയ്യേണ്ട ലാൻഡിന്റെ വിഡ്ത്ത് കിട്ടും. അത്രയുള്ളൂ. പിന്നെ പറയുന്നത് ബ്രിഡ്ജസ് ആൻഡ് കൾവേർട്സ് ആണ്. അപ്പൊ ഇത് ബ്രിഡ്ജസ് ആൻഡ് കൾവേർട്സ് നോർമലി ഒരു ചെയ്യുന്നതെന്ന് വെച്ചാൽ പെർ കിലോമീറ്ററിനുള്ള റേറ്റ് ആണ് പറയുന്നത്. ബ്രിഡ്ജസ് ആൻഡ് കൾവേർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന റോഡിൽ പലപ്പോഴും കലുങ്ക് ഉണ്ടാവും. പല കലുങ്കുകളൊക്കെ ആയിട്ട് വരും. അപ്പൊ അതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോകുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് മനസ്സിലാക്കാം എന്താന്നുള്ള കാര്യം. ഞാൻ തൽക്കാലം ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതാണ് നമ്മളുടെ ഫിഗർ. ഈ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ, എങ്ങനെയാണ് നമ്മുടെ റോഡ് വരുന്നൊക്കെ പറയുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ റോഡിന്റെ ഷേപ്പ് പറഞ്ഞ സൈഡ് സ്ലോപ്പ് 2:1 ആണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ട് സൈഡിലെ സ്ലോപ്പ് ഉണ്ട്. നടുവിൽ മാത്രമാണ് റോഡുള്ളത്. അതായത് 3.7 മീറ്റർ വിട്ടിൽ മാത്രമേ ശരിക്കും ടാറിട്ട റോഡുള്ളൂ.
രണ്ട് സൈഡിലും പിന്നെ ഒരു ഷോൾഡർ പോലെ കൊടുത്തിരിക്കുകയാണ് 3.15 മീറ്റർ. അപ്പൊ അത് ചെറിയ സ്ലോപ്പിംഗ് ഉണ്ട്. എന്തിനാണ് സ്ലോപ്പിംഗ്? ഡ്രെയിനേജിന് വേണ്ടിയിട്ട്. പിന്നെ എംപാക്ട്മെന്റ്. അപ്പൊ ടോട്ടൽ എംപാക്ട്മെന്റിന്റെ വിത്ത് ഫോർമേഷൻ വിത്ത് 10 മീറ്റർ ആണെങ്കിലും റോഡിന്റെ വിത്ത് 3.7 മീറ്റർ ഉള്ളൂ. രണ്ട് സൈഡിലും 3.15 മീറ്റർ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഷോൾഡർ പോലെ. അപ്പം അത് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ് വേണ്ടായിരിക്കും, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിരിക്കും. പക്ഷെ നമ്മുടെ ഇപ്പോൾ റോഡ് 3.7 മീറ്റർ ആണ് വിത്ത്. 3.7 മീറ്റർ എന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് വിത്ത് ആണ്. ഒരു റോഡിന് വേണ്ട സ്റ്റാൻഡേർഡ് വിത്ത് ആണ് 3.7 മീറ്റർ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു സിംഗിൾ ലൈൻ റോഡിന് വേണ്ട വിത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഓർമ്മയില്ല. ട്രാൻസ്പോർട്ടേഷൻ നിങ്ങളെ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളല്ലേ പഠിച്ചത്. അപ്പൊ അത് സിംഗിൾ ലൈൻ റോഡിന് വേണ്ട വിത്താണ് 3.7 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ക്രോസ് സെക്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഏറ്റവും താഴെ ഇത് ഫുള്ള് മണ്ണാണ്. ഈ വൈറ്റ് ഏരിയ കാണുന്ന മണ്ണാണ്. പിന്നെ അതിന്റെ മുകളിൽ ഇവിടെയൊക്കെ ശരിക്കും എന്ത് ചെയ്യുന്ന വെച്ചാൽ ചെറിയ രീതിയിൽ ഒരു മണ്ണ് അടിച്ചുറപ്പിക്കും. സാധാ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി കോമ്പാക്ട് ചെയ്യും. പിന്നെ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഉള്ളതെന്ന് നോക്കി. ഏറ്റവും താഴെ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ ഏതാ? ഏറ്റവും താഴെ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇന്റർ കോട്ട് 50 mm ഗേജ് സ്റ്റോൺ ബെല്ലാസ്റ്റ് 12 സെന്റിമീറ്റർ ലൂസ് എന്നാണ് പറയുന്നത്. ലെയർ കോമ്പാക്ട് 8 സെന്റിമീറ്റർ. അതായത് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാല് ഏറ്റവും അടിയിൽ 50 mm ഗേജ് സ്റ്റോൺ, അത് വലിയ സൈസുള്ള സ്റ്റോൺ വെച്ചത് എന്ത് ചെയ്യും? കോമ്പാക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ട് മുകളിൽ ഏറ്റവും അടിയിൽ സോയിലിംഗ് കോട്ടാണ് 15 സെന്റിമീറ്റർ ബോൾഡേഴ്സ് വെച്ചിട്ട്, അതായത് 150 മില്ലിമീറ്റർ ബോൾഡേഴ്സ്, വലിയ ബോൾഡേഴ്സ് വെച്ചിട്ടാണ് സോയിലിംഗ് കോട്ട് ചെയ്യുന്നത്. ഏറ്റവും താഴെ സോയിലിംഗ് കോട്ടാണ് ഏറ്റവും താഴെയുള്ളത്. 15 സെന്റിമീറ്റർ, അതായത് 150 mm ബോൾഡേഴ്സ്, വലിയ സൈസുള്ള ബോൾഡേഴ്സ് ആയിരിക്കും. വലിയ കല്ലുകൾ വെച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുക? അടിച്ചുറപ്പിച്ചിട്ടുണ്ടാവുക. അതിന്റെ തൊട്ട് മുകളിൽ എന്ത് ചെയ്യും? ഇന്റർ കോട്ട് 50 mm. അതിന്റെ മുകളിൽ പിന്നെ 50 mm ഉള്ള സ്റ്റോൺ ബെല്ലാസ്റ്റ് യൂസ് ചെയ്യും. അത് കോമ്പാക്ട് 8 സെന്റിമീറ്റർ ആയിട്ട് കോമ്പാക്ട് ചെയ്യും. പിന്നെ അതിന്റെ മുകളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 40 mm ഗേജ് സ്റ്റോൺ ബെല്ലാസ്റ്റ് ചെയ്യും. അതും 12 സെന്റിമീറ്റർ ലൂസ് ലെയർ ആയിരിക്കും. പക്ഷെ അതിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ കോമ്പാക്ട് ചെയ്ത് 8 സെന്റിമീറ്റർ ആക്കും. അപ്പം ഏറ്റവും താഴെ സോയിലിംഗ് കോട്ട്, പിന്നെ ഇന്റർ കോട്ട്, പിന്നെ ടോപ്പ് കോട്ട്, പിന്നെ അതിന്റെ മുകളിലാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് കോട്ടിംഗ് പെയിന്റിംഗ് വിത്ത് റോഡ്, സെക്കൻഡ് കോട്ടിംഗ് പെയിന്റിംഗ് വിത്ത് ആസ്ഫാൾട്ട്. അപ്പൊ ഇതിന്റെ കുറച്ചും കൂടി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ഇങ്ങനെയാണ് വരിക. ഏറ്റവും താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന സോയിലിംഗ് കോട്ട് 15 സെന്റിമീറ്റർ തിക്ക് ആയിട്ടുള്ള ബോൾഡേഴ്സ്, 15 സെന്റിമീറ്റർ ബോൾഡേഴ്സ് ആണ്. അതായത് ബോൾഡർ എന്ന വലിയ കല്ലുകളായിരിക്കും. 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈസ് ആണ് പറയുന്നത്. നമ്മൾ 20 mm അഗ്രിഗേറ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ 15 സെന്റിമീറ്റർ അഗ്രിഗേറ്റ് എന്ന് പറയാം. അഗ്രിഗേറ്റ് അല്ല, 15 സെന്റിമീറ്റർ ബോൾഡേഴ്സ് എന്ന് പറയും. വലിയ സൈസുള്ള വലിയ കരിങ്കല്ലുകളായിരിക്കും യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ തൊട്ട് മുകളിൽ എന്താ വെച്ചാൽ ഇന്റർ കോട്ട് വരും 50 മില്ലിമീറ്റർ സ്റ്റോൺ ബെല്ലാസ്റ്റ്. അത് ശരിക്കും 12 സെന്റിമീറ്റർ ആണ്. പക്ഷെ അതിനെ നമ്മൾ അടിച്ച് കോമ്പാക്ട് ചെയ്ത് 8 സെന്റിമീറ്റർ ആക്കും നമ്മൾ കോമ്പാക്ട് ചെയ്തിട്ട്. പിന്നെ അതിന്റെ മുകളിൽ പിന്നെ ടോപ്പ് കോട്ട്, അത് 40 മില്ലിമീറ്റർ സ്റ്റോൺ ബെല്ലാസ്റ്റ് ആണ്. അത് 12 സെന്റിമീറ്റർ തിക്ക് ആയിരിക്കും. പക്ഷെ അതിനെ 8 സെന്റിമീറ്റർ നമ്മൾ കോമ്പാക്ട് ചെയ്യും. പിന്നെ അതിന്റെ മുകളിൽ 2 കോട്ടിങ് കൊടുക്കും, ഫസ്റ്റ് കോട്ടിങ് സെക്കൻഡ് കോട്ടിങ്. നമ്മൾ ഫസ്റ്റ് കോട്ടിങ് സെക്കൻഡ് കോട്ടിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് കോട്ടിങ് പെയിന്റിംഗ് ആണ്, സെക്കൻഡ് കോട്ടിങ് അതേപോലെ രീതിയിൽ പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് ഒരു പാട്രി സ്ലോപ്പ് 1:36 എന്ന് പറയുന്നുണ്ട്. അത് സൈഡിൽ ഈ സ്ലോപ്പിന്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ സൈഡ് സ്ലോപ്പ് 2:1 എന്ന് പറയുന്നുണ്ട്. എംബാക്ക്മെന്റിന്റെ സ്ലോപ്പ് 2:1 ആണ്. മറ്റേ ഷോൾഡറിന്റെ സ്ലോപ്പ് 1:36 ആണ് വരുന്നത്. പിന്നെ സൈഡിലൊക്കെ ചെറിയ രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, റോഡിന്റെ എംബാക്ക്മെന്റ് സൈഡിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെറിയ ബ്രിക്ക് വാൾസ് ഒക്കെ വരും, ഷോർട്ട് വാൾസ്, അതായത് ക്രാഷ് ഗാർഡ് എന്നൊക്കെ പറയാം, ക്രാഷ് ബാരിയേഴ്സ് എന്നൊക്കെ പറയാം. അത് സൈഡിൽ വെക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ എസ്റ്റിമേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഇത് വെരി സിമ്പിൾ ആണ്, വലിയ അധികം കൺഫ്യൂസിങ് ആണ്, വലിയ ഒരുപാട് ഡാറ്റ ഒന്നും ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സർവേയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. സർവേയിങ് ടാഗ് ബെല്ലിംഗ് എക്സ്ട്രാ എന്ന് പറയുന്ന സംഭവം. അതിന് നമ്മൾ ലെങ്ത്തിലാണ് നമ്മൾ റേറ്റ് പറയുന്നത്, 1 കിലോമീറ്ററിലാണ് റേറ്റ് പറയുന്നത് റോഡിനൊക്കെ പറയുന്ന സമയത്ത്. അതായത് ഈ സർവേ ഒക്കെ ചെയ്യുന്ന വേറെ ടീമായിരിക്കും. അവർക്ക് റേറ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പെർ കിലോമീറ്റർ ചാർജ് ആണ് അവരോട് പറയാം. അപ്പൊ അതാണ് നമ്മൾ പെർ കിലോമീറ്ററിൽ ക്വാണ്ടിറ്റി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വട്ടം സർവേ ചെയ്യും, കിലോമീറ്റർ 1 കിലോമീറ്റർ ആണ് നമ്മുടെ റോഡിന്റെ. നിങ്ങൾക്ക് ക്വസ്റ്റിനെ വെച്ചാൽ മനസ്സിലാവും. ഫോർ 1 കിലോമീറ്റർ ലെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പയർ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ് ഹൈവേ ഫോർ 1 കിലോമീറ്റർ ലെങ്ത്. കാര്യങ്ങൾ പറയുന്നത് ഫോർമേഷൻ വിഡ്ത്ത് ഓഫ് ദ റോഡ് ഇസ് 10 മീറ്റർ, ആവറേജ് ഹൈറ്റ് ഓഫ് ദ ബാങ്ക് ഇസ് 1 മീറ്റർ, സൈഡ് സ്ലോപ്പ് ഇസ് 2:1, മെറ്റലിന്റെ വിഡ്ത്ത് ഇസ് 3.7 മീറ്റർ ആൻഡ് 3 coats of metalling
ആർ ടു ബി പ്രൊവൈഡഡ് ആസ് പെർ ക്രോസ് സെക്ഷൻ. സർഫസ് ഷാൽ ബി ഫിനിഷ്ഡ് വിത്ത് 2 coats of paint. ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 1 kilometer ആണ് നമ്മളുടെ ഈ റോഡിന്റെ ലെങ്ത്. അതിന്റെ എസ്റ്റിമേഷൻ ആണ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സർവേ 1 kilometerനുള്ള ക്വാണ്ടിറ്റി ആണ് എഴുതേണ്ടത്. പിന്നെ ലാൻഡ് അക്വിസിഷൻ, പെർമനന്റ് ലാൻഡ് അക്വിസിഷൻ ആണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് വരിക, പെർമനന്റ് ലാൻഡ് അക്വിസിഷന്റെ ലെങ്ത് വരുന്നത് 1000 meter ആണ്, 1 kilometer ആണ് നമ്മൾ ലെങ്ത് വൈസ് എടുക്കേണ്ടത്. ബ്രെഡ്ത്ത് എത്രയാ എടുക്കണ്ടേ? ബ്രെഡ്ത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 30 meter ആണ്. പെർമനന്റ് ലാൻഡ് വിത്ത് 30 meter എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 30 meter ആണ് പെർമനന്റ് ലാൻഡിന്റെ വിത്ത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. അതായത് 1000 meter ലെങ്ത്, 30 meter വിത്ത്, അതായത് 3 hectare എന്ന് കിട്ടും. 30,000 square meter, അതായത് 3 hectare എന്ന് കിട്ടും. അതാണ് നമ്മൾ പെർമനന്റ് അക്വിസിഷൻ. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാല് നമുക്ക് ടെമ്പററി ലാൻഡ് അക്വിസിഷൻ ഉണ്ട്. അത് എന്തിനാണ് വേണ്ടത്? ടെമ്പററി ലാൻഡ് അക്വിസിഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എംബാക്ക്മെന്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സോയിൽ വേണം. ഈ എംബാക്ക്മെന്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോയിലിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണെടുക്കാൻ വേണ്ടി നമ്മളൊരു സ്ഥലം തിരഞ്ഞെടുക്കും. ആ സ്ഥലമാണ് ഈ ടെമ്പററി അക്വിസിഷൻ. അത് പലപ്പോഴും ഈ നമ്മളുടെ ഈ പെർമനന്റ് അക്വിസിഷന്റെ അപ്പുറം ഇപ്പുറം ആയിരിക്കും, കുറച്ച് സ്ഥലമായിരിക്കും നമ്മൾ എടുക്കുക, കാര്യം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ നോർമലി അത് ചെയ്യുന്ന വെച്ചാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് ശരിക്കും ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ രണ്ടാമത് മൂന്നാമതായിട്ട് എഴുതാം. തേർഡും ഫോർത്തും വേണമെങ്കിൽ ഇന്റർചേഞ്ച് എഴുതാം. കാര്യം നമ്മൾ എന്ത് ചെയ്യാം, ലാൻഡ് അക്വിസിഷന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അത് നമുക്ക് എർത്ത് വർക്ക് എത്ര വേണമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ എർത്ത് വർക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? BD + SD സ്ക്വയർ, അതാണ് നമ്മളുടെ ആ ട്രപ്പിസോഡിന്റെ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് 1000 meter. അപ്പൊ BD എല്ലാം തന്നിട്ടുണ്ട്. B 10 meter ആണ് ഫോർമേഷൻ വിത്ത്, ഡെപ്ത് 1 meter ആണ്, S 2:1 ആണ്, അതിന്റെ സൈഡ് സ്ലോപ്പ് D 1 ആണ്. അപ്പൊ നമുക്ക് ആ ട്രപ്പിസോഡിന്റെ ഏരിയ കിട്ടി, അതിനെ നമ്മൾ 1000 meter കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12,000 meter ക്യൂബ് കിട്ടും. ഇതാണ് നമ്മൾ ശരിക്കും ആദ്യം എഴുതേണ്ട സ്റ്റെപ്പ്. ഇതിന് മുന്നേ ലാൻഡ് അക്വിസിഷൻ തേർഡ് സ്റ്റെപ്പിന് മുന്നേ ഇത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ബോറോപ്പിറ്റ് നോർമൽ നമ്മൾ സ്റ്റാൻഡേർഡ് 30 centimeter ആണ് ബോറോപ്പിറ്റ് എടുക്കേണ്ടത്. അപ്പൊ 12,000 meter ക്യൂബ് സോയിൽ വേണം. അപ്പം 30 centimeter ഡെപ്തിൽ ബോറോപ്പിറ്റ് എടുക്കണമെങ്കിൽ എത്ര ലാൻഡ് നമ്മൾ അക്വയർ ചെയ്യണം നോക്കാം ടെമ്പററി ആയിട്ട്. അതായത് 12,000 ഡിവൈഡ് ബൈ 0.3, 12,000 meter ക്യൂബ് ഡിവൈഡ് ബൈ 0.3 meter, നമുക്ക് എന്ത് കിട്ടും? 40,000 square meter കിട്ടും. അതായത് 4 hectare ലാൻഡ് കിട്ടും. അപ്പൊ നമ്മൾ ഈ 4 hectare ആണ് നമ്മളുടെ ടെമ്പററി അക്വിസിഷൻ. പെർമനന്റ് അക്വിസിഷൻ നേരത്തെ കണ്ടുപിടിച്ചത് 3 hectare. അപ്പൊ മനസ്സിലായി? ഇതുവരെ മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്ങനെയാന്നുള്ളത്? ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അഞ്ജിത, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ വേഗം എടുത്തു പോവാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മളിപ്പം എവിടെ വരെ എത്തി? നമ്മൾ ആദ്യം സർവേന്റെ ക്വാണ്ടിറ്റി എഴുതി, ലാൻഡ് അക്വിസിഷന്റെ ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് കണ്ടുപിടിച്ചു, 3 hectare പെർമനന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് എർത്ത് വർക്ക് എംബാക്ക്മെന്റ് കെട്ടിപ്പോക്കണമെങ്കിൽ എത്ര എർത്ത് വർക്ക് വേണമെന്ന് കണ്ടുപിടിച്ചു, അത് 12,000 meter ക്യൂബ്. അത് വെച്ച് നമ്മൾ ടെമ്പററി ലാൻഡ് അക്വിസിഷൻ എത്ര ഏരിയ വേണമെന്ന് കണ്ടുപിടിച്ചു, നമുക്ക് 4 hectare എന്ന് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് പ്ലാന്റേഷൻ ഓഫ് ഗ്രാസസ് ഓൺ സൈഡ് സ്ലോപ്പ്. നമ്മൾ സൈഡ് സ്ലോപ്പിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഗ്രാസസ് പ്ലാന്റ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സോയിൽ ഇറോഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ സോയിൽ വെച്ചാണ് കെട്ടിപ്പൊക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കാം? ഇറോഷൻ കാരണം സോയിൽ പതുക്കെ ഇറോഡായി പോവാം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാസസ് നമ്മൾ പ്ലാന്റ് ചെയ്യും സൈഡ് സ്ലോപ്പിൽ. മനസ്സിലായില്ലേ? ഈ സൈഡിൽ ഗ്രാസ് പ്ലാന്റ് ചെയ്യും. കാര്യം 2:1 സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ലോപ്പ് ആണല്ലോ. അപ്പൊ അതിന്റെ റേറ്റ് എത്ര എന്നുള്ള ഏരിയ കണ്ടുപിടിക്കുന്നത്, എത്ര ഏക്കറിലോ, അത് ഏരിയയിലാണ് പറയാ. കാര്യം നമ്മളും അതൊരു സബ് കോൺട്രാക്ടറൊക്കെ ആയിരിക്കും കൊടുക്കുക. അവിടെ എന്ത് ചെയ്യണം, ഗ്രാസ് പ്ലാന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ് കോൺട്രാക്ടർക്ക് ആയിരിക്കും കൊടുക്കുക ഗ്രാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് റേറ്റ് പറയുന്നത് മീറ്റർ സ്ക്വയറിലായിരിക്കും. അപ്പൊ നമ്മൾ ആ സൈഡ് സ്ലോപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കുക. മനസ്സിലായില്ലേ? അത് ഏതാ ഏരിയ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. അതായത് ഈ ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെയാണല്ലോ നമ്മൾ പുല്ല് തരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഈ ഏരിയ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം. രണ്ട് സൈഡിൽ ഇവിടെയാണ് നമ്മൾ പുല്ല് നടുന്നത്. സോ അങ്ങനെ ചെയ്യാം.
അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക, നമുക്ക് 1000 മീറ്റർ ഉണ്ട്. നമ്മൾ ഇതിന്റെ സ്ലോപ്പിങ്ങിന്റെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് 2:1 അറിയാം. ഇത് പ്രത്യേകിച്ച് പറയണ്ട, മാത്സ് ആണ്, ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് ഇപ്പൊ സൈഡ് സ്റ്റോപ്പ് എന്ന് വിചാരിക്കാം. 2:1 ആണ് നമുക്ക് അറിയുന്നത്. അതായത് നമ്മളുടെ 2 വെർട്ടിക്കൽ 1 ഹോറിസോണ്ടൽ ആണ്. അപ്പൊ അത് വെച്ച് നമ്മൾ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഏരിയ കിട്ടും. 1² + 2² കിട്ടും, ഈ ഏരിയ കിട്ടും. അതാണ്. എന്നിട്ട് ഈ ഏരിയ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ടോട്ടൽ ലെങ്ത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം സൈഡ് നമ്മളുടെ എന്താ പറയാ, ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് √2² + 1². അതിനെന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം 1000 മീറ്റർ കൊണ്ട്. അപ്പൊ രണ്ട് സൈഡിലും ഉണ്ട് സ്ലോപ്പ്. അപ്പൊ നമ്മൾ പിന്നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, നമുക്ക് ടോട്ടൽ കിട്ടും 4500 സ്ക്വയർ മീറ്റർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഗ്രാസ് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ സബ്ഗ്രേഡ്, ഇങ്ങനെയുള്ളതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സബ്ഗ്രേഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഭാഗത്ത് ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ നടത്തണം. നമ്മൾ ആദ്യം ബോൾഡേഴ്സ് ഇടുന്നതിന് മുന്നേ അവിടെ ഒന്നും കൂടി കോമ്പാക്ട് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എത്ര സ്ക്വയർ മീറ്റർ നമ്മൾ ചെയ്യണം കണ്ടുപിടിക്കണം. ശരിക്കും നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മളെ റോഡിന്റെ വിട്ട് 3.7 മീറ്റർ ആണ്, പക്ഷെ ബോൾഡേഴ്സ് ഏറ്റവും താഴത്തെ ബോൾഡേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് 4 മീറ്ററിലാണ്. അപ്പൊ ചെറിയ വിട്ട് കൂടിയിട്ടുണ്ട് ബോൾഡേഴ്സ് പ്ലേസ് ചെയ്യാൻ. അത് ശ്രദ്ധിക്കുക എഴുതുന്ന സമയത്ത്. നമ്മളുടെ റോഡിന്റെ വിട്ട് 3.7 ആണെങ്കിലും ബോൾഡേഴ്സിന്റെ കൊടുക്കുന്നത് 4 മീറ്ററിലാണ്. അത് എഴുതാം. 4 മീറ്റർ ആണ് നമ്മളുടെ വിട്ട്. ഒരു സബ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ സോയിലാണ്. അത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്യണം. 1000 മീറ്റർ ആണ് ലെങ്ത്, 4 മീറ്റർ ആണ് വിട്ട്. അപ്പൊ 4000 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. അതിന്റെ മുകളിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സോയിലിംഗ് കോട്ട് എന്ന് പറഞ്ഞ സാധനം. അതായത് 150 mm ബോൾഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 150 mm ബോൾഡേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാ എത്ര സ്റ്റോൺ ബോൾഡേഴ്സ് വേണമെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, മനസ്സിലായോ. രണ്ടാമത് എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, അത് ലേയിങ്ങിനും എത്ര മീറ്റർ ക്യൂബ്. അപ്പൊ നമ്മൾ രണ്ട് കോസ്റ്റ് ആയിട്ട് പറയാം. ഫസ്റ്റ് നമ്മൾ മെറ്റീരിയലിന്റെ ഒക്കെ കാര്യങ്ങൾ, പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ലേയിങ് കൺസോൾട്ടേഷൻ ഓഫ് ബോൾഡേഴ്സ് ഇൻക്ലൂഡിങ് ബ്ലൈൻഡിങ് വിത്ത് ലോക്കൽ സാൻഡി സോയിൽ. അപ്പൊ നമ്മൾ ശരിക്കും ഇത് നമ്മൾ അവിടെ എന്താണ്, അവിടെ കോമ്പാക്ട് ചെയ്ത് അതിന്റെ മുകളിൽ സോയിൽ ഇട്ട് അതിനെ അതുമായിട്ടും ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോയിൽ ഇട്ടാണ് ശരിക്കും നമ്മൾ അതിനെ ബൈൻഡ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇതിന്റെ രണ്ടിന്റെ കോസ്റ്റ് സെപ്പറേറ്റ് എഴുതാം. അപ്പൊ നമ്മൾ സ്റ്റോൺ ബോൾഡേഴ്സിന്റെ വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ 1000 മീറ്റർ ആണ് ലെങ്ത്, നമുക്ക് വേണ്ടത് 4 മീറ്റർ വിഡ്ത്തിൽ വേണം താഴത്തെ സോയിലിംഗ് കോട്ട് കൊടുക്കാൻ. പിന്നെ 15 mm ബോൾഡർ ആണ് നമുക്ക് സൈസ്, 150 mm ബോൾഡേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അത് എന്ത് ചെയ്യുക, 600 മീറ്റർ ക്യൂബ് കിട്ടും. ഇതാണ് നമ്മളുടെ ബോൾഡേഴ്സിന്റെ സൈസ്. പിന്നെ ഇതേ കാര്യം തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ലേയിങ് ആൻഡ് കൺസോൾട്ടേഷൻ ഓഫ് ബോൾഡേഴ്സ് ഇൻക്ലൂഡിങ് ബ്ലൈൻഡിങ് വിത്ത് ലോക്കൽ സാൻഡി സോയിൽ. സെയിം കാര്യം തന്നെയാണ് വരിക. അതിന് നമ്മൾ റേറ്റിന്റെ രീതി തന്നെയാണ് പറയാ, 600 മീറ്റർ ക്യൂബ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ലേബറിന്റെ ഒക്കെ റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും താഴത്തെ കഴിഞ്ഞു 4 മീറ്റർ ഉള്ളത്. പിന്നെ തൊട്ട് മുകളിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇന്റർകോട്ടാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ആദ്യത്തെ സോയിലിംഗ് ഓഫ് 15 സെന്റിമീറ്റർ ബോൾഡേഴ്സ്, പിന്നെ മുകളിൽ രണ്ടാമത്തെ ഇന്റർകോട്ട് 50 mm ആണ് അവിടെ ബോൾഡേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എഴുതുക. സ്റ്റോൺ ബല്ലാസ്റ്റ് 50 mm ഗേജ്, അത് ഇതേപോലെ തന്നെ 1000 മീറ്റർ ലെങ്ത്, 3.7 മീറ്റർ ആണ് വിട്ട് വരിക. 4 മീറ്റർ അല്ല കേട്ടോ, 4 മീറ്റർ താഴത്തെ സോയിലിങ്ങിന് വേണ്ടി മാത്രമാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത് 4 മീറ്റർ. എന്റെ മുകളിലോട്ട് എല്ലാം 3.7 തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ ഇന്റർകോട്ട് എന്ത് ചെയ്യാം, ലെങ്ത് 1000 മീറ്റർ, 1 കിലോമീറ്ററിന്റെ ലെങ്ത്, വിട്ട് 3.7, എന്ത് വരും, തിക്നെസ് എന്ത് വരും, 12 സെന്റിമീറ്റർ തന്നെയാണ് വരിക. കാരണം നമുക്ക് ആ 12 സെന്റിമീറ്റർ എത്ര വോളിയം വേണോ അതാണ് നമ്മൾ ചെയ്തിട്ട്, അത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ കോമ്പാക്ട് ചെയ്ത് 8 സെന്റിമീറ്റർ ആക്കിയിട്ട് കുറയ്ക്കുന്നത്. നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ 12 മീറ്റർ തന്നെ 12 സെന്റിമീറ്റർ തന്നെ എഴുതുക. എന്നിട്ട് നമ്മൾ വോളിയം കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ലേയിങ് ആൻഡ് കൺസോൾട്ടേഷൻ ഓഫ് ബെല്ലാസ് ഇൻക്ലൂഡിങ് ബ്ലൈൻഡിങ് വിത്ത് ലോക്കൽ സാൻഡി സോയിൽ, ഇതേപോലെ തന്നെ. അത് നമ്മൾ രണ്ടാമത്തെ കോട്ട് കഴിഞ്ഞു, ഇന്റർ കോട്ട് കഴിഞ്ഞു. അതിന്റെ മുകളിൽ ടോപ്പ് കോട്ടാണുള്ളത്. ടോപ്പ് കോട്ട് എന്ന് പറയുമ്പോൾ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് അതും ഇത് തന്നെയാണ്. 50 mm അഗ്രിഗേറ്റ്സ് ആണ് ഇന്റർ കോട്ടിന് യൂസ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് കോട്ടിന് 40 mm സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും 12 സെന്റിമീറ്റർ തിക്കാണ്. നമ്മൾ പിന്നീട് അത് 8 സെന്റിമീറ്റർ ആക്കിയിട്ട് നമ്മൾ അതിനെ കൺസോൾട്ട് ചെയ്ത് ഇത് മാറ്റും, കോമ്പാക്ട് ചെയ്ത് മാറ്റും.
അപ്പൊ അത് എഴുതിക്കോ. 1000 മീറ്റർ ആണ് ലെങ്ത്, 3.7 മീറ്റർ ആണ് വിഡ്ത്ത്. എത്ര തിക്നെസ് വരിക? 12 മീറ്റർ തിക്നെസ്, 0.1 to 12 സെന്റിമീറ്റർ തിക്നെസ് വരും. വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം നമ്മൾ നേരത്തെ എഴുതിയ സെയിം കാര്യങ്ങൾ ഒന്നും കൂടി എഴുതാം. ലേയിങ് ആൻഡ് കൺസോൾട്ടേഷൻ ഓഫ് സ്റ്റോൺ ബലാസ് ഇൻക്ലൂഡിങ് ബ്ലൈൻഡിങ് വിത്ത് ലോക്കൽ സാൻഡി സോയിൽ. അതും നമ്മൾ റേറ്റ്സാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തു. ഇനി ഇതുവരെ മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇത് സിമ്പിൾ കാര്യം. നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതേപോലെ എഴുതുക. ഇത് ജസ്റ്റ് ആ പ്രൊസീജിയർ മാത്രം ഞാനിപ്പോൾ പറഞ്ഞു തരുന്നുള്ളൂ. ആർക്കെല്ലാം മനസ്സിലാകാത്തായിട്ടുണ്ടോ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം? നീതുൽ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബീം ഓർ പാറ്റേൺ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ അത് നമ്മൾ റേറ്റ് എഴുതേണ്ടത് കിലോമീറ്ററിലാണ്. പെർ കിലോമീറ്റർ റേറ്റിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ രണ്ട് സൈഡിലും ഉണ്ടാവും. അത് നമ്മൾ ക്വാണ്ടിറ്റി എഴുതുമ്പോൾ അതും കിലോമീറ്റർ തന്നെ കൊടുക്കാം. പിന്നുള്ളത് പെയിന്റിങ് ഓർ ബ്ലാക്ക് ടോപ്പ് സർഫസിങ്. രണ്ട് കോട്ട് പെയിന്റിങ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റോഡ് കഴിഞ്ഞ് നമ്മൾ ആദ്യം കുറച്ച് കട്ടി കൂടി ചെയ്തിടും. 20 mm ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ടാർ ചെയ്യുക. അതിന്റെ മുകളിൽ പിന്നെ ഒന്നും കൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടി 12 mm അഗ്രിഗേറ്റ് ഒന്നും കൂടി സ്മൂത്ത് ആക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് കോട്ടിങ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് കോട്ടിംഗ് എന്ന് പറഞ്ഞാല് സ്റ്റോൺ ഗ്രിറ്റ്, 20 mm സ്റ്റോൺ ഗ്രിറ്റ്സ് ആണ്. അതിന്റെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു വാക്ക് നിങ്ങൾ നോക്കണം. അത് ഒരുപക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. നോക്കാം. ഇല്ല, ഒരുപക്ഷെ അവര് ക്വസ്റ്റ്യൻ തരും എന്താന്നുള്ള കാര്യം, അല്ലാതെ നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പൊ ഇത് 1.35 ക്യൂബിക് മീറ്റർ പെർ സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഇത്രയും വോളിയം നമുക്ക് എന്ത് വേണം? ഒരു സ്ക്വയർ മീറ്റർ ചെയ്യണമെങ്കിൽ 1.35 മീറ്റർ ക്യൂബ് 20 mm അഗ്രിഗേറ്റ്സ് വേണം എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് എഴുതിയിരിക്കുന്നത്. അതായത് അത്രയും പെർസെൻറ്റേജ്. ഇപ്പോൾ അതായത് 100 മീറ്റർ സ്ക്വയർ മീറ്റർ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് 1.35 മീറ്റർ ക്യൂബ് നമ്മൾ സ്റ്റോൺ യൂസ് ചെയ്യണം. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇതാണ്, ക്വാണ്ടിറ്റി ആണ്. 100 മീറ്റർ ചെയ്യുമ്പോൾ 1.35 മീറ്റർ ക്യൂബ് സ്റ്റോൺ, 20 mm അഗ്രിഗേറ്റ്. അപ്പൊ അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 100 മീറ്റർ അല്ല ചെയ്യാനുള്ളത്, നമുക്ക് ചെയ്യാനുള്ളത് 1000 മൾട്ടിപ്ലൈഡ് ബൈ 3.7 മീറ്റർ സ്ക്വയർ ആണ്. 100 മീറ്റർ സ്ക്വയർ അല്ല, 1000 മൾട്ടിപ്ലൈഡ് ബൈ 3.7 മീറ്റർ സ്ക്വയർ. അപ്പം ഇത്രയുള്ളതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? 1001 കിലോമീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ 3.7 മീറ്റർ ഇൻറ്റു എത്ര പെർസെൻറ്റേജ്? അതായത് ഓരോ 100 സ്ക്വയർ മീറ്റർ ചെയ്യാനും 1.35 മീറ്റർ ക്യൂബ് സ്റ്റോൺ അഗ്രിഗേറ്റ് വേണം. അപ്പം ഇതിനുള്ള വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് ആൻസർ കിട്ടുന്നത് 50 മീറ്റർ ക്യൂബ് കിട്ടും. മനസ്സിലായോ? ഈ സ്റ്റെപ്പ് മനസ്സിലായോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? 1.35 മീറ്റർ ക്യൂബ് പെർ സ്ക്വയർ പെർസെന്റേജ് സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്താണെന്ന് ഉദ്ദേശിച്ചത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഒന്നുകൂടി പറയാം. അതായത് 100 മീറ്റർ സ്ക്വയറിൽ നമ്മൾ റോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് 1.35 മീറ്റർ ക്യൂബ് 20 mm അഗ്രിഗേറ്റ്സ് വേണമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്? പെയിന്റ് ആണ്, അതായത് ബൈൻഡിങ് റോഡ്, ടാറാണ് ഉദ്ദേശിക്കുന്നത്. ടാറ് എത്ര വേണം? ഓരോ 100 മീറ്റർ സ്ക്വയർ പെർസെന്റേജ് എന്ന് പറയുന്നുണ്ടാണ്. 100 മീറ്റർ സ്ക്വയർ ചെയ്യുമ്പോഴും അതിനകത്ത് 220 കിലോഗ്രാം ടാർ യൂസ് ചെയ്യണം. അതാണ് നമ്മളുടെ സ്പെസിഫിക്കേഷൻ. അപ്പൊ അതേപോലെ എഴുതാം. നമുക്ക് ടോട്ടൽ വേണ്ടത് 1000 × 3.7 മീറ്റർ സ്ക്വയർ ആണ്. ഇപ്പൊ 100 മീറ്റർ സ്ക്വയർ 220 കിലോഗ്രാം ആണെങ്കിൽ 1000 × 3.7 എത്ര ആണെന്ന് കണ്ടുപിടിക്കുക. എത്ര കിലോഗ്രാം പെയിന്റ് വേണമെന്ന് കണ്ടുപിടിക്കുക. പെയിന്റ് അല്ലെങ്കിൽ ടാർ. പിന്നെ ലേയിങ്ങിന്റെ എത്ര, അതും ലേയിങ്ങിന്റെ കോസ്റ്റ് ആണ്, ലേബറിന്റെ കോസ്റ്റ് ആണ് പറയുന്നത്. അത് ക്വാണ്ടിറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ എഴുതുക. അത് കാര്യം ഒരു മീറ്റർ സ്ക്വയർ എന്ന റേറ്റിലായിരിക്കും അവർ പറയാം, സബ് കോൺട്രാക്ടേഴ്സ് പറയാം. അപ്പൊ ഈ കാര്യം മനസ്സിലായില്ലേ? എങ്ങനെയാണ് ഈ സർഫസ് കോട്ടിങ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ആർക്കെങ്കിലും അത് മനസ്സിലാകാത്തായിട്ടുണ്ടോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. എല്ലാവരും ലെഫ്റ്റ് അടിക്കാണല്ലോ. മനസ്സിലായി. പിന്നെ അതേപോലെ തൊട്ട് മുകളിലുള്ള കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോട്ടാണ്. അത് ആസ്ഫാൾട്ട് വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അതെന്താന്ന് വെച്ചാല് പക്ഷെ അതിനകത്ത് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള
സ്റ്റോൺ അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ 20 mm യൂസ് ചെയ്യുന്നതിന് വരെ നമ്മൾ 12 mm അഗ്രിഗേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ് ചെയ്യുന്നത് വെച്ചാൽ 12 mm ഗേജ് അറ്റ് 0.75 മീറ്റർ ക്യൂബ് പെർ സ്ക്വയർ മീറ്റർ. അതായത് ഇത് ഓരോ 100 മീറ്റർ സ്ക്വയർ ചെയ്യുമ്പോഴും ഈ സെക്കൻഡ് കോട്ടിൽ 0.75 മീറ്റർ ക്യൂബ് എന്ത് വേണം, 12 mm അഗ്രിഗേറ്റ്സ് വേണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 1000 × 3.7 മീറ്റർ സ്ക്വയർ ആണ് വരിക. അപ്പം അത് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക, എത്ര മീറ്റർ ക്യൂബ് 12 mm അഗ്രിഗേറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളുടെ സ്പെസിഫിക്കേഷൻ പറയുന്നത് ഓരോ 100 മീറ്റർ സ്ക്വയറിനും 0.75 മീറ്റർ ക്യൂബ് അഗ്രിഗേറ്റ്സ് വേണം, എത്ര സൈസുള്ള 12 mm ഉള്ളത്. അപ്പൊ അത് കണ്ടുപിടിച്ച് എഴുതുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പെയിന്റ് ആൻഡ് ഓർ ബൈൻഡർ ആസ്ഫോൾട്ട്. അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് 120 കിലോഗ്രാം പെർ 100 മീറ്റർ സ്ക്വയർ എന്നാണ്. അപ്പം ഓരോ 100 മീറ്റർ സ്ക്വയർ നമ്മൾ ആസ്ഫോൾട്ട് ചെയ്യുമ്പോഴും അതിനകത്ത് 120 കിലോഗ്രാം വേണം നമ്മളുടെ ആസ്ഫാൾട്ടിന്റെ ക്വാണ്ടിറ്റി. അപ്പം നമ്മളെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുക, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, നമുക്ക് കിട്ടി വാല്യൂ. അതാണ് നമ്മളുടെ ഈ വാല്യൂ കിട്ടുന്നത്. 120/100 ഇൻറ്റു നമുക്ക് റിക്വയർഡ് ഏരിയ 3.7 × 1000 മീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് എത്ര കിലോഗ്രാം എഴുതാം, 10 എഴുതാം. ആ 10 ആണ് നമുക്കിപ്പോൾ റേറ്റ് അറിയാം. പിന്നെയുള്ള ലേയിങ്ങിന്റെ ചാർജ്. എന്തിനാണ് ലേയിങ്ങിന്റെ ചാർജ്? നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മീറ്റർ സ്ക്വയർ എഴുതിയിരിക്കുന്നത്. പിന്നെ ബ്രിക്ക് എഡ്ജിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ഇത് ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഇവിടെ 2ന്റെ ആവശ്യമില്ല. കാര്യം രണ്ട് സൈഡിൽ നമ്മൾ ബ്രിക്ക് എഡ്ജിങ് കൊടുക്കും. ബ്രിക്ക് എഡ്ജിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നമ്മൾ ചെറിയൊരു എഡ്ജിങ് കൊടുക്കും. എവിടെ? ഈ രണ്ട് സൈഡിലും ചെറിയൊരു എഡ്ജിങ് കൊടുക്കും. ഇവിടെ നമ്മൾ ചെറിയൊരു എഡ്ജിങ് കൊടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിക്ക് എഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൊടുക്കുക എന്ന് നമുക്ക് പറയുന്നത് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും 1 നമ്പർ എന്ന് എഴുതിയാൽ മതി. 2 എന്നാണ് എഴുതിയിരിക്കുന്നത്, 1 നമ്പർ എന്ന് എഴുതിയാൽ മതി. 1 കിലോമീറ്റർ സ്ട്രെച്ചിൽ 1 നമ്പർ, അത് നമ്മൾ പെർ കിലോമീറ്റർ റേറ്റ്സ് ആണ് പറയാം. പിന്നുള്ളത് ബ്രിഡ്ജസ് ആൻഡ് മൈനർ കൾവേർട്സ്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സംബന്ധിച്ചാൽ നമ്മൾ ഈ റോഡ് നമ്മൾ പണിയുമ്പോൾ നമുക്ക് പല കൾവേർട്ടുകളും ആവശ്യമുണ്ട്. കൾവേർട്ട് എന്ന് പറഞ്ഞാൽ കലുങ്കാണ്, മനസ്സിലായില്ലേ? അതായത് പല കലുങ്കുകളൊക്കെ ആവശ്യമുണ്ടാവും. അപ്പൊ നമ്മൾ നോർമലി കലുങ്ക് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കിലോമീറ്റർ സ്ട്രെച്ചിൽ ഇത്രയും കലുങ്കുകൾ ഉണ്ടെങ്കിൽ അതിനൊരു റേറ്റ് എന്ന രീതിയിലാണ് പറഞ്ഞു പോവുക. അപ്പൊ അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഈ ഇതിനകത്ത് തന്നെ. ഓക്കെ, minor bridges and culverts. For culverts and minor bridges, detailed estimation will be prepared and cost may be added for a road estimate. For approximate estimate per kilometer basis or per running meter of span basis may be provided. For running meter of span and total span, for example, അതായത് നമ്മൾ എത്ര എണ്ണം ഉണ്ടോ ഓരോന്നിന്റെ സ്പാൻ നമ്മൾ മൾട്ടിപ്ലൈ ആയിട്ട് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 നമ്പർ കൾവേർട്ട്, 1 മീറ്റർ സ്പാനിലുള്ള 2 നമ്പർ കൾവേർട്ട് ഉണ്ട്. അതേപോലെ 2 മീറ്റർ സ്പാനിലുള്ള 3 കൾവേർട്ടുകൾ ഉണ്ട് 1 കിലോമീറ്ററിനുള്ളിൽ. നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാണ് ചെയ്യുന്നത്. അപ്പം ദ കോസ്റ്റ് ഓഫ് കൾവേർട്ട് വിൽ ഹവർ ഡിപെൻഡ് ഓൺ ദ ബ്രെഡ്ത്ത് ഓഫ് ദ റോഡ് വേ. അപ്പൊ അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ തൽക്കാലം എന്ത് ചെയ്യാം, തൽക്കാലം എവിടെ പോയി, തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാം, ഈ മൈനർ ബ്രിഡ്ജസിന്റെ വർക്കുകളൊക്കെ നമ്മൾ 1 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്താൽ മതി. അതിനകത്ത് എത്ര കലുങ്ക് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് അവരതിന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റും. പിന്നുള്ള മിസലേനിയസ് ഐറ്റംസ് ആണ്. അത് നമ്മൾ എന്താണ് ഈ മൈൽ സ്റ്റോണുകൾക്കൊക്കെ ഇല്ലേ, ഈ മൈൽ സ്റ്റോണുകൾ, ഫോർമേഷൻ ലെവൽ പില്ലേഴ്സ്, അതെല്ലാം കിലോമീറ്ററിലാണ് റേറ്റ് പറയുന്നത് 1 കിലോമീറ്ററിനകത്ത് വെക്കണമെങ്കിൽ. അതുപോലെ മൈൽ സ്റ്റോണുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കാണിക്കുന്ന കല്ലുകൾ. പിന്നെ അതേപോലെ ഡയറക്ഷൻ പോസ്റ്റുകൾ, ട്രാഫിക് സിഗ്നൽ, പിന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് മിസലേനിയസ് ഐറ്റംസിൽ വരിക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിസലേനിയസ് ഐറ്റംസിൽ വരും. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് അബ്സ്ട്രാക്ട് ഉണ്ടാക്കാം. അബ്സ്ട്രാക്ട് ഉണ്ടാക്കുമ്പോൾ അറിയാലോ നമ്മൾ എന്താണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തത്. ആദ്യത്തെ സർവേയിങ് ക്വാണ്ടിറ്റി നമ്മൾ കിലോമീറ്ററിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന്റെ ക്വാണ്ടിറ്റി എത്ര കിലോമീറ്റർ ചെയ്യണമെന്ന് കണ്ടുപിടിക്കുക. 1 കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത്, അതിന്റെ വാല്യൂ എഴുതുക. നെക്സ്റ്റ് ലാൻഡ് അക്വിസിഷൻ 3 ഹെക്ടറിലാണ്, 1 ഹെക്ടറിന് അതിന്റെ റേറ്റ് എഴുതുക. പിന്നെ ടെമ്പററി ലാൻഡ് അക്വിസിഷൻ അതേപോലെ എഴുതാം. എംബാക്ക്മെന്റ് അത് മീറ്റർ ക്യൂബിലാണ് വേണ്ടത്, അത് നമ്മൾ കണ്ടുപിടിക്കുക, അതിന്റെ റേറ്റ് എഴുതുക. പിന്നെ ഗ്രാസ് പ്ലാന്റേഷൻ സൈഡ് സ്ലോപ്സ്, അത് സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ സബ് കോൺട്രാക്ടർക്ക് റേറ്റ് കൊടുക്കുന്നത്, അത് എഴുതുക. പിന്നെ മെറ്റലിംഗ് ഓരോ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലേ, സബ് ഗ്രേഡിൽ പ്രിപ്പറേഷൻ, പിന്നെ സോയിലിംഗ് കോട്ട്, അത് മീറ്റർ ക്യൂബിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, മീറ്റർ ക്യൂബിലാണ് റേറ്റ് വരിക. ഇതിന്റെ ലേയിങ് ചാർജ് ഒക്കെ മീറ്റർ ക്യൂബ് തന്നെയാണ് അതിന്റെ ലേയിങ് ചാർജും വരിക. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എഴുതി പോവാം.
പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയാണ് അബ്സ്ട്രാക്ട് ഉണ്ടാക്കുന്നത്. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാകുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ ഒരു ക്ലാസ്സും കൂടി കളയണ്ടല്ലോ അല്ലെ ഇതിന് വേണ്ടിയിട്ട്? ഇത് മതിയാവില്ലേ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കേണ്ട വന്നാൽ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? അതിന് റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായോ ഹലോ സർ. എല്ലാവർക്കും? ആ അപ്പൊ ഇതിന്റെ ഇത് നമ്മളുടെ തേർഡ് മൊഡ്യൂളിന്റെ നോട്ട്സിന്റെ കൂടെ ഞാനത് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഗൂഗിൾ ക്രോസ് കയറിയിട്ട് നോക്കാം. തേർഡ് മൊഡ്യൂളിന്റെ നോട്ട്സിന്റെ കൂടെ തന്നെ ഉണ്ട് ഇത്, റോഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ ഏരിയ. അപ്പൊ അതേ സെയിം PDF ഫയൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഡൗട്ട് ഒക്കെ എന്തെങ്കിലും നോക്കിയിട്ട് വരിക. നമുക്കിനി അറ്റൻഡൻസ് എടുക്കാം. എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. നന്ദകൃഷ്ണൻ ഉണ്ടോ? നന്ദകൃഷ്ണ പലരും വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് അറ്റൻഡൻസ് എടുക്കാം.